സിപിഎമ്മിനെ സംബന്ധിച്ച് അവരുടെ ഇന്ത്യയിലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുഖം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളാണ് പിണറായി വിജയൻ. ആ പിണറായിക്കെതിരെ വരുന്ന ഏത് തരത്തിലുള്ള നീക്കങ്ങളെയും രാഷ്ട്രീയമായി തന്നെ വിരോധിക്കേണ്ടത് സിപിഎമ്മിന്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് അവർ എല്ലാ തരത്തിലുള്ള പ്രതിഷേധവും വരും ദിവസങ്ങളിലും തുടരും. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും ചോദ്യം ചെയ്യും. അത്തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ സിപിഎം നേതാക്കൾ അടക്കമുള്ളവർ നൽകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും സിപിഎമ്മിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 8.5 മണിക്കൂർ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് രാഷ്ട്രീയമായിട്ടാണെങ്കിലും മറ്റേത് തരത്തിലായാൽ കൂടി സിപിഎമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എന്തായാലും ഇഡിയുടെ റെയ്ഡിന് പിന്നാലെ അങ്ങേയറ്റം നാടകീയമായ സംഭവങ്ങളാണ് തലസ്ഥാന നഗരിയിൽ അരങ്ങേറുന്നത്. ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ഇഷ്ടിക ഉപയോഗിച്ച് ചുടുകല്ല് ഉപയോഗിച്ച് തകർക്കുന്നു. അതിനകത്ത് ഉള്ള ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും ഇപ്പോഴും സംഘർഷം പാടെ അയാത്ത അവസ്ഥയുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിപിഎം പ്രവർത്തകർ ഇപ്പോഴും വലിയ വൈകാരിക പ്രതികരണമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇഡി ഉദ്യോഗസ്ഥർ നിലവിൽ മടങ്ങിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരോട് കയർത്തും വൈകാരിക മുദ്രാവാക്യങ്ങൾ വിളിച്ചും ഇപ്പോഴും പ്രവർത്തകർ തെരുവിൽ തന്നെയുണ്ട്. വിജിൻ വായന്തോട് വിശദാംശങ്ങളുമായി. വിജിൻ, എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ? സൈഫുദ്ദീൻ, എന്തായാലും ഇഡി ഉദ്യോഗസ്ഥർ മടങ്ങുന്നതിനിടയിലാണ് വലിയ തരത്തിലുള്ള പ്രകോപനം സിപിഎം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തുടർന്ന് 2 വാഹനങ്ങൾ ഇഡി ഉദ്യോഗസ്ഥർ അതിനകത്തുണ്ടായ വാഹനങ്ങൾ അതിൻ്റെ ഗ്ലാസുകൾ ഉൾപ്പെടെ പ്രവർത്തകർ തല്ലിപ്പിടിച്ചു. പക്ഷേ പോലീസിന് നോക്കി നിൽക്കാൻ മാത്രമാണ് കഴിഞ്ഞത്. കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 500-ന് മുകളിൽ സിപിഎം പ്രവർത്തകരുണ്ടായിരുന്നു. അവരെ കുറച്ച് പോലീസുകാർ 10ഓളം പോലീസുകാർ മാത്രമാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത്. നേരത്തെ സിപിഎം പ്രവർത്തകരെ സിപിഎം നേതാക്കൾ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയെങ്കിലും ഇഡി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് അറിഞ്ഞ് ആ സിപിഎം പ്രവർത്തകരെല്ലാം വീടിനടുത്തേക്ക് വീടിന്റെ ഗേറ്റിന് മുന്നിലേക്ക് ഞങ്ങളെ പ്രകടനമായി പോവുകയാണ്. ഇവിടെ നിന്ന് ഡിസോൾവ് ചെയ്യാണ്. ഇവർ അനാവശ്യമായി കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അതെന്തായാലും അനുവദിക്കാൻ അത് അംഗീകരിക്കില്ല. എന്താ കാരണം എന്ന് പറയണല്ലോ, എന്താ ചെയ്തെന്ന് പറയണല്ലോ. ഈ വാഹനം ഒരാളെ കിട്ടിയാൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. അതിന് ഈ കുട്ടികളെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഈ കുട്ടികളെ നേരെ കൊണ്ടുപോയി ഈ കുട്ടികളെ സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിക്കുന്നവരെ ഈ പ്രകടനം പോയിട്ട് അവിടെ അവസാനിക്കും. അതെ, സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് പോകുന്നത്.